അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ മുത്തു മുഅ്മിനീങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ദിക്റിന്റെ സ്വലാത്തിന്റെ തസ്ബീഹിന്റെ മജ്ലിസ് സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. നമ്മളെല്ലാവരും വിശുദ്ധമായ അറഫ രാവിലേക്ക് ഇതാ പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്ന് ദുൽഹിജ്ജ 9-ാമത്തെ രാവിലേക്ക് നമ്മൾ ഇതാ കടന്നിരിക്കുന്നു. നാളെ ദുൽഹിജ്ജ 9-ന്റെ പകലാണ്, അതായത് അറഫ ദിനമാണ് നാളെ. ഇന്ന് അറഫയുടെ രാവാണ്. അപ്പൊ ഉസ്താദെ കഴിഞ്ഞു പോയതോ? ഇന്ന് ചൊവ്വാഴ്ചയായിരുന്നു. ഇന്ന് ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്ന് അറഫ ദിനമായിരുന്നു. അൽഹംദുലില്ലാഹ്, ഇന്നത്തെ പകൽ അവരെല്ലാവരും അറഫയിൽ ഒരുമിച്ച് കൂടി. ഈ ഹജ്ജിന് വരുന്ന ഹാജിമാരിൽ എല്ലാവരും എത്ര രോഗമുള്ളവരാണെങ്കിലും ആ മൈതാനത്ത് വന്ന് ഒരു അല്പസമയം അവിടെ നിൽക്കണം, അല്പസമയം അവിടെ ഉണ്ടാവണം, ഹാജരാവണം, എന്നാൽ അവർക്ക് ഹജ്ജ് കിട്ടുമെന്നാണ്. അപ്പോൾ ഒരുപാട് ഹാജിമാർ അവിടെ വിഷമമായിട്ടും പ്രയാസമായിട്ടൊക്കെ വന്നവരുണ്ട്. അവരെല്ലാവരും ഇന്ന് അറഫ മൈതാനത്ത് വന്നു. ഇനി ഇൻഷാ അല്ലാഹ് ഇന്ന് ഹാജിമാർക്ക് പെരുന്നാൾ രാവാണ്. നാളെ ബുധനാഴ്ച ഹാജിമാർക്ക് ബലിപെരുന്നാളാണ്. നമുക്ക് നാളെ ബുധനാഴ്ച ദുൽഹിജ്ജ 9 അറഫ ദിനമാണ്. നമുക്ക് പെരുന്നാൾ ബലിപെരുന്നാൾ മറ്റന്നാൾ വ്യാഴാഴ്ച പകലാണ് നമുക്ക് ബലിപെരുന്നാൾ വരിക. ഇതൊക്കെ കൃത്യമായിട്ട് നമ്മൾ വീഡിയോയിലൊക്കെ രാവിലത്തെ വീഡിയോയിൽ കൂടുതൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് കേട്ടു നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാ സംശയങ്ങളും മാറും. അപ്പോൾ അൽഹംദുലില്ലാഹ് നമ്മൾ അറഫ രാവിലേക്ക് പ്രവേശിച്ചു. അല്ലാഹുവേ കോടിക്കണക്കിന് മനുഷ്യരെ നരകത്തിൽ നിന്നും അല്ലാഹു മോചിപ്പിച്ച് സ്വർഗത്തിലേക്ക് കടത്തുന്ന, സ്വർഗത്തിലുള്ള ആളുകൾക്ക് തന്നെ അല്ലാഹു തആല ദറജകൾ ഉയർത്തി കൊടുക്കുന്ന സുന്ദരമായ രാവാണ്, സുന്ദരമായ പകലാണ്. ലൈലത്തുൽ ഖദ്റാണ് രാത്രികളിൽ ഏറ്റവും ശ്രേഷ്ഠമായതെങ്കിൽ ആ നാണയത്തിന്റെ ഇപ്പുറത്തെ വശമാണ് പകലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ അറഫയുടെ പകൽ. അറഫയുടെ പകൽ നമ്മളിലേക്ക് ഇതാ വരുന്നു. ഇന്ന് അറഫ രാവാണ്. പിശാച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൻ നാണം കെട്ടവനായി മണ്ണ് തലയിൽ വാരിയിട്ട് കരഞ്ഞുകൊണ്ട് ഓടുന്ന ദിവസമാണ് അറഫ ദിവസം എന്നൊക്കെ നമുക്ക് ഹദീസുകളിൽ കാണാൻ പറ്റും. അപ്പോൾ ഈ പുണ്യമായ രാവിലും പകലിലൊക്കെ നമ്മൾ ഒരുപാട് ദിക്റുകളും സ്വലാത്തുകളും തസ്ബീഹുകളൊക്കെ പറയേണ്ടതുണ്ട്. അതൊക്കെ പറഞ്ഞാൽ ഒരുപാട് നേട്ടമാണ്. നമുക്ക് അതിലേക്ക് ഇൻഷാ അല്ലാഹ് കടക്കാൻ നമ്മൾ പോവുകയാണ്. ആ കൂട്ടത്തിൽ നാളെ ബുധനാഴ്ച നമുക്ക് അറഫ നോമ്പാൻ. നോമ്പിന്റെ നിയ്യത്ത് പറഞ്ഞു തരട്ടെ. എല്ലാവരും ഇപ്പൊ തന്നെ നോമ്പിന്റെ നിയ്യത്ത് വെച്ചോ. ഒന്നാമത്തെ നിയ്യത്ത്, റമളാനിൽ നഷ്ടപ്പെട്ടു പോയ ഫർളായ നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ പിടിച്ചു വിടുന്നു. ഇതൊന്നാമത്തെ നിയ്യത്ത്. 2, ദുൽഹിജ്ജ 9-ന്റെ സുന്നത്തായ നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു. അങ്ങനെയോ അല്ലെങ്കിൽ അറഫ ദിവസത്തിലെ നോമ്പ് സുന്നത്തായിട്ട് ഞാൻ പിടിക്കുന്നു. ഇങ്ങനെ ഏത് നിയ്യത്ത് വെച്ചാലും കുഴപ്പമില്ല. എങ്ങനെ വെക്കാം, പല നാടുകളിലും വ്യത്യസ്തമായിട്ടാണ് നിയ്യത്ത് വെക്കുക. അതുകൊണ്ടാണ് ഞാൻ ഈ 2 നിയ്യത്തും പറഞ്ഞത്. അപ്പൊ ദുൽഹിജ്ജ 9-ന്റെ സുന്നത്തായ നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു, അല്ലെങ്കിൽ അറഫ ദിവസത്തിലെ സുന്നത്തായ നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ അനുഷ്ഠിക്കുന്നു. ഇങ്ങനെ നിയ്യത്ത്, ഈ നിയ്യത്തുകൾ ഇപ്പൊ തന്നെ വെച്ചോ. നാളെ നമുക്ക് ഇൻഷാ അല്ലാഹ് ഒരൊറ്റ നോമ്പ് കൊണ്ട് 2 നോമ്പിന്റെയും പ്രതിഫലം കിട്ടുന്നതാണ്. യുകഫിറു സനത്തൽ മാളിയ വൽ ബാക്കിയ, കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ വർഷങ്ങളിലെ പാപങ്ങൾ പൊറുക്കുന്ന നോമ്പാണ് നാളത്തെ നോമ്പ്. നമ്മുടെ മക്കളെ കൊണ്ട് എന്തായാലും ഇൻഷാ അല്ലാഹ് നാളത്തെ നോമ്പ് പിടിപ്പിക്കുക. ഇന്ന് തന്നെ അവർക്ക് നിയ്യത്ത് പറഞ്ഞു കൊടുക്കുക. പിന്നെ ചൊല്ലേണ്ട നാളത്തെ പകൽ ചൊല്ലേണ്ട കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ സുബഹിക്ക് ശേഷമുള്ള ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അല്ലാഹുവിന്റെ പാപമോചനം കിട്ടുന്ന, നരകമോചനം കിട്ടുന്ന ഭാഗ്യവാന്മാരിൽ, ഭാഗ്യവതികളിൽ നമ്മളെല്ലാവരെയും പടച്ചവൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് കൂടുതൽ ദിക്റുകൾ, സ്വലാത്തുകൾ, തസ്ബീഹുകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഒരുപാട് പേര് ദുആരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് നമ്മുടെ മജ്ലിസിന്റെ അവസാനം എല്ലാവർക്കും വേണ്ടി മൊത്തത്തിൽ ദുആരക്കും. അല്ലാഹു തആല നമ്മുടെ സദസ്സ് ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ദിക്റിന്റെ മജ്ലിസിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആദ്യമായിട്ട് ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലുകയാണ്. വേറെ ഒരു സ്വലാത്തുമല്ല, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ ഓർമ്മകൾ തിങ്ങി നിറയുന്ന സമയങ്ങളാണ് ഈ ഹജ്ജും അതുപോലെ ഉദ്ഹിയ്യത്തൊക്കെ. അപ്പോൾ നാളെ അറഫ ദിനമാണ്. അറഫ ദിനത്തിൽ നമ്മൾ ഏറ്റവും കൂടുതലായി നമ്മൾ നാട്ടിലുള്ള ആളുകൾ അധികരിപ്പിക്കേണ്ട ദിക്റുകളിലും സ്വലാത്തുകളിലും പ്രധാനപ്പെട്ട ഒന്നാണ് ഇബ്രാഹിമിയ സ്വലാത്ത്. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അതുപോലെ ഇബ്രാഹിം നബിക്ക് വേറൊരു സ്വലാത്തിനും അങ്ങനെയില്ല. എല്ലാ സ്വലാത്തിനും നബിതങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള സ്വലാത്താണെങ്കിൽ ഈ സ്വലാത്തിൽ നബിക്കും നബിതങ്ങളുടെ കുടുംബത്തിനും അവിടുത്തെ സ്വഹാബിമാർക്കും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും അവിടുത്തെ കുടുംബത്തിനും ഒക്കെയായി 5 വിഭാഗം ആളുകൾക്ക് ഒന്നിച്ച് അള്ളാഹുവിന്റെ ഗുണവും രക്ഷയും സമാധാനവും കിട്ടണേ എന്ന് ദുആരക്കുന്ന പുണ്യമായ ഒരു സ്വലാത്താണ് ഇബ്രാഹിമിയ സ്വലാത്ത്. അതായത് നാളെ അറഫ ദിനമാണ്. അറഫ ദിനം എന്ന് പറഞ്ഞാൽ പകലുകളുടെ നേതാവാണ് അറഫ ദിനം. സ്വലാത്തുകളുടെ നേതാവാകുന്ന ഇബ്രാഹിമിയ സ്വലാത്ത് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇതാ
ചൊല്ലാൻ പോവുകയാണ്. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ, അല്ലാഹു തആല കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് ഇൻഷാ അല്ലാഹ് ഒന്നിച്ച് ഇബ്രാഹിമിയ സ്വലാത്ത് പറഞ്ഞിട്ട് നമ്മുടെ ദിക്റിന്റെ മജ്ലിസിലേക്ക് കടക്കാം. അല്ലാഹു തആല ഈ അറഫ രാവിന്റെ മുഴുവൻ പോരിശകളും നമുക്ക് എല്ലാവർക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അപ്പൊ മനസ്സിൽ ഒരുപാട് നല്ല ഉദ്ദേശങ്ങൾ കൊണ്ടുവരിക, എന്നിട്ട് നമ്മുടെ പ്രയാസങ്ങൾ അല്ലാഹുവെ മാറ്റിത്തരണേ എന്ന് മനസ്സിൽ കരുതി ഇൻഷാ അല്ലാഹ് ഇബ്രാഹിമിയ സ്വലാത്ത് പറയുക. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. ഇബ്രാഹിമിയ സ്വലാത്ത് പല റിവായത്തുകളിൽ വന്നിട്ടുണ്ട്, പല രൂപത്തിലും വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊക്കെ മദ്രസയിൽ പഠിച്ച, ഞാനൊക്കെ മദ്രസയിൽ പഠിച്ച രൂപമുണ്ട്, ആ രൂപത്തിൽ നമുക്കൊന്ന് ചൊല്ലാം. അപ്പോൾ ഇതിനകത്ത് പല സയ്യിദിനാന്ന് ചേർക്കും, അതുപോലെ തന്നെ ചില സ്ഥലത്ത് സയ്യിദിനാന്ന് ചേർക്കില്ല. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലാം, കുഴപ്പമില്ല. ആ ലഫ്ളുകളൊക്കെ ഒന്ന് വന്നാൽ മതി. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് സ്ക്രീനിൽ കാണാം, ആ രൂപത്തിൽ നമുക്ക് ഇബ്രാഹിമിയ സ്വലാത്ത് ഒന്നിച്ച് ചൊല്ലാം. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നാളെ അറഫ ദിനമാണ് അല്ലേ? അൽഹംദുലില്ലാ. അറഫ ദിനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? അറഫ നോമ്പാണ്. യുകഫിറുസ് സനത്തൽ മാദിയ വൽ ബാക്കിയ, കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ വർഷത്തിലെ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു തരും. അതല്ലേ നമുക്ക് വേണ്ടത്?
കഴിഞ്ഞുപോയ ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കും. അതോടൊപ്പം തന്നെ വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപം പൊറുക്കണമെങ്കിൽ നമ്മൾ ഈ വരാനിരിക്കുന്ന ഒരു വർഷം ജീവിച്ചിരിക്കട്ടെ. അപ്പോൾ ഈ നോമ്പ് പിടിച്ചാൽ ഒരു വർഷം നമുക്ക് ആയുസ് നീട്ടിക്കിട്ടുമെന്ന് പോലും ഉലമാക്കൾ പഠിപ്പിക്കുന്ന സുന്ദരമായ ഒരു നോമ്പാണ് അറഫ നോമ്പ്. ഒരുപാട് നേട്ടങ്ങൾ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇപ്പൊ തന്നെ നമുക്ക് അറഫ നോമ്പിന്റെ നിയത്ത് വെക്കാം. എങ്ങനെയാണ്? ഇൻഷാ അല്ലാഹ് നിയത്ത് വെച്ചോ, ഇപ്പൊ തന്നെ ഉമ്മമാര് വെച്ചോ. അറഫ ദിനത്തിലെ സുന്നത്തായ നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ പിടിച്ചു വീടുന്നു. ഒരു നിയത്തായി. രണ്ടാമത്തെ നിയത്ത്, ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ ദിനങ്ങളിലെ സുന്നത്തായ ഒരു നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു. മൂന്നാമത്തെ നിയത്ത്, റമളാനിൽ ഖളാ ആയി പോയ ഒരു ഫർളായ നോമ്പ് ഞാൻ ഇതിന്റെ കൂടെ ഖളാ വീട്ടുന്നു. ഇങ്ങനെ 3 നിയത്ത് നമുക്ക് വെക്കാൻ പറ്റും കേട്ടോ. 3 നിയത്ത്. ഇനി നോമ്പ് പിടിക്കാൻ പറ്റാത്ത ഉമ്മമാര് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു വിഷമവും വേണ്ട. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നിങ്ങളുടെ നിസ്കാരമൊക്കെ വന്നു കഴിഞ്ഞ് കുളിച്ച് ശുദ്ധിയായിട്ട് ഖളാ ആയി പോയ അറഫ നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ പിടിച്ചു വീടുന്നു എന്ന് പറഞ്ഞ് നിയത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് മറ്റൊരു ദിവസം ഇൻഷാ അല്ലാഹ് നോമ്പ് ഖളാ വീട്ടാവുന്നതാണ്, കുഴപ്പമില്ല. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നാളത്തെ പകലിൽ കഴിയുന്നതുപോലെ ദിക്റും സ്വലാത്തും തസ്ബീഹും ഒക്കെ ആയിട്ട് കഴിഞ്ഞുകൂടുക. ഇനി ഈ അറഫ ദിനത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇന്നിപ്പോ നമ്മൾ മഗ്രിബ് കഴിഞ്ഞ്, ഇന്ന് ഇശാ നിസ്കാരം കഴിഞ്ഞ്, ഇനി നമ്മൾ കടക്കുന്നത് നാളെ സുബഹി നിസ്കാരത്തിലേക്കാണ് അല്ലെ. അറഫ ദിനത്തിലെ സുബഹി നമസ്കാരം കഴിഞ്ഞതു മുതൽ പിന്നെ ളുഹർ, പിന്നെ അസർ, മഗ്രിബ്, അങ്ങനെ പിന്നെ പെരുന്നാൾ ദിവസം, 1-ാം പെരുന്നാൾ, 2-ാം പെരുന്നാൾ, 3-ാം പെരുന്നാൾ, 4-ാം പെരുന്നാൾ, മഗ്രിബിന് തൊട്ടു മുമ്പ് വരെയുള്ള സമയത്ത് നമ്മൾ നിസ്കരിക്കുന്ന ഫർളായ സുന്നത്തായ എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷവും അതല്ലാത്ത സമയത്തും തക്ബീർ അധികരിപ്പിക്കൽ പ്രത്യേകം സുന്നത്താണ്. അപ്പൊ നാളെ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് തക്ബീർ നമ്മൾ പറഞ്ഞു തുടങ്ങുക. നിസ്കാരത്തിന് ശേഷം ഒരു 3 വട്ടം, ചുരുങ്ങിയതെങ്കിലും 3 വട്ടമെങ്കിലും നമ്മൾ ഇൻഷാ അല്ലാഹ് പറയണം കേട്ടോ. പള്ളിയിലൊക്കെ പറയും, ഉമ്മമാര് വീട്ടിൽ നിസ്കാരം കഴിഞ്ഞിട്ട് തക്ബീർ പറയാൻ മറന്നു പോകരുത്. പിന്നെയോ ഉളഹിയത്തിന്റെ മൃഗത്തെ കാണുമ്പോഴും അതിന്റെ ശബ്ദം കേൾക്കുമ്പോഴും ഒക്കെ നമ്മൾ തക്ബീർ പറയാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ഒരു ദുആയിലേക്ക് കടക്കാം. എന്താണ് ഈ ദുആ? അതായത് ഈ ഒരു അറഫ രാവ് എന്ന് പറഞ്ഞാൽ, അറഫ രാവും പകലും ഏറ്റവും കൂടുതൽ നരകത്തിൽ നിന്നും ആളുകളെ അല്ലാഹു തആല മോചിപ്പിക്കുന്ന, ഏറ്റവും കൂടുതൽ ആളുകൾ സ്വർഗത്തിലേക്ക് കടത്തുന്ന ഒരു ദിനമാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് നരകമോചനം കിട്ടാൻ, സ്വർഗപ്രവേശനം കിട്ടാൻ നമുക്ക് ഒരു ദുആ നമുക്ക് അല്ലാഹുവിലേക്ക് ചെയ്യണം. ഏതാ? അറഫ രാവിൽ, അറഫ പകലിൽ അധികരിപ്പിക്കേണ്ട ഒരു ദുആയാണ്. പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിളാക വൽ ജന്ന വ അഊദു ബിക മിൻ സുഖ്തിക വന്നാർ. اللهم إني أسألك رضاك والجنة وأعوذ بك من سخطك والنار. اللهم إني أسألك رضاك والجنة وأعوذ بك من سخطك والنار. اللهم إني أسألك رضاك والجنة وأعوذ بك من سخطك والنار. اللهم إني أسألك رضاك والجنة وأعوذ بك من سخطك والنار. اللهم إني أسألك رضاك والجنة وأعوذ بك من سخطك والنار. اللهم إني أسألك رضاك والجنة وأعوذ بك من سخطك والنار. اللهم إني أسألك رضاك والجنة وأعوذ بك من سخطك والنار. اللهم إني أسألك رضاك والجنة وأعوذ بك من سخطك والنار. اللهم إني أسألك رضاك والجنة وأعوذ بك من سخطك والنار. اللهم إني أسألك رضاك والجنة وأعوذ بك من سخطك والنار. اللهم إني أسألك رضاك والجنة وأعوذ بك من سخطك والنار. اللهم إني أسألك رضاك والجنة وأعوذ بك من سخطك والنار. اللهم إني أسألك رضاك والجنة وأعوذ بك من سخطك والنار. اللهم إني أسألك رضاك والجنة وأعوذ بك من سخطك والنار. اللهم إني أسألك رضاك والجنة وأعوذ بك من سخطك والنار. اللهم إني أسألك رضاك والجنة وأعوذ بك من سخطك والنار.
അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിളാക വൽ ജന്ന വഅഊദു ബിക മിൻ സുഖ്തിക വന്നാർ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിളാക വൽ ജന്ന വഅഊദു ബിക മിൻ സുഖ്തിക വന്നാർ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിളാക വൽ ജന്ന വഅഊദു ബിക മിൻ സുഖ്തിക വന്നാർ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിളാക വൽ ജന്ന വഅഊദു ബിക മിൻ സുഖ്തിക വന്നാർ. അടുത്തതായി വിശുദ്ധമായ ഖുർആനിൽ ബിസ്മില്ലാത്ത സൂറത്ത് തൗബ അല്ലെ, ആ സൂറത്ത് തൗബയുടെ അവസാനത്തെ 2 ആയത്തുണ്ട്. വലിയ മഹത്വമുള്ള 2 ആയത്തുകളാണ് അല്ലെ. ആ ആയത്ത് ഒരു മനുഷ്യൻ നിത്യമാക്കിയാൽ അത് അവനിക്കൊരു പിടിവള്ളിയാണ്. എല്ലാ അപകടങ്ങളെ തൊട്ടും ആപത്ത് മുസീബത്തുകളെ തൊട്ടുള്ള വലിയൊരു പിടിവള്ളിയാണ്, വലിയൊരു കാവലാണ് ഈ 2 ആയത്തുകൾ. പ്രത്യേകിച്ച് വിശുദ്ധമായ അറഫ രാവിലും പകലിലും ഒക്കെയായി ഇനിയുള്ള ദിവസങ്ങളിലുമൊക്കെ ഈ 2 ആയത്തുകൾ ഇൻഷാ അള്ളാഹ് അധികരിപ്പിക്കണം. നമുക്കൊന്ന് ഓതിയാലോ? ഇൻഷാ അള്ളാഹ് എല്ലാവരും കൂടെ ഓതിക്കോ. നിസ്കാരമില്ലാത്ത ഉമ്മമാർ ഇത് ഓതുന്നത് ശ്രദ്ധിച്ചിരുന്നാൽ തന്നെ അവർക്ക് വലിയ പ്രതിഫലമാണ് ഇൻഷാ അള്ളാഹ്. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم لقد جاءكم
ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം. നമ്മുടെ ഹാജിമാർക്ക് വേണ്ടിയുള്ള ആ ഒരു വളരെ ശ്രേഷ്ഠമായ ഒരു ദുആയുണ്ട്. അവർക്ക് സപ്പോർട്ടായിട്ടുള്ളൊരു ദുആ. നമുക്ക് ഇൻഷാ അല്ലാഹ് ആ ദുആ എന്ന് പറഞ്ഞാലോ, അവരുടെ ഹജ്ജ് സ്വീകരിക്കണം, അവരുടെ ഉംറ സ്വീകരിക്കണം, അവരുടെ സിയാറത്തും എല്ലാം അല്ലാഹു തആല കബൂലാക്കണം. ഇൻഷാ അല്ലാഹ് ആ ദുആ നമുക്കൊന്ന് പറയാം. അവർക്ക് വേണ്ടിയുള്ള ദുആയാണ്. അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ അവർ നമുക്ക് വേണ്ടിയൊക്കെ ദുആ രക്കും. ഇൻഷാ അല്ലാഹ് ഖൈറാവട്ടെ. അപ്പോൾ നമുക്ക് ദുആ ഇരുന്നാലോ? പറഞ്ഞോ. അല്ലാഹുമ്മ ജഅൽ ഹജ്ജ ഹുജ്ജാജിനാ ഹജ്ജം മഖ്ബൂലാ വ ഉംറത ഉമ്മാരിനാ ഉംറതം മബ്റൂറാ വസഅയ സാഈനാ സഅയം മഷ്കൂറാ. അല്ലാഹുമ്മ ജഅൽ ഹജ്ജ ഹുജ്ജാജിനാ ഹജ്ജം മഖ്ബൂലാ വ ഉംറത ഉമ്മാരിനാ ഉംറതം മബ്റൂറാ وسعي سعينا سعيا مشكورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي سعينا سعيا مشكورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي سعينا سعيا مشكورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي سعينا سعيا مشكورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي سعينا سعيا مشكورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي سعينا سعيا مشكورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي سعينا سعيا مشكورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي سعينا سعيا مشكورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي سعينا سعيا مشكورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي سعينا سعيا مشكورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي سعينا سعيا مشكورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي سعينا سعيا مشكورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي سعينا سعيا مشكورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي سعينا سعيا مشكورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا
مبرورا وسعي ساعينا سعيا مشكورا اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي ساعينا سعيا مشكورا. ഹാജിമാര് തവാഫ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരുപാട് ദിക്റുകൾ അവർ പറയാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ദിക്ർ നമുക്ക് ഇൻഷാ അല്ലാഹ് പറയാം. അതായത് ഈ ഓരോ തവാഫിൻ്റെ ഇടയിലും വ്യത്യസ്തമായ ദിക്റുകളും അതുപോലെ തന്നെ തസ്ബീഹുകളൊക്കെ പറയൽ. ഒരു ഇന്നാലിൻ്റെ ദിക്ർ തന്നെ പറയണം അങ്ങനെയൊന്നുമില്ല, നമുക്ക് ഏത് ദിക്ർ വേണമെങ്കിലും പറയാം. അതിൽ പ്രധാനപ്പെട്ട ഒരു ദിക്ർ മഹത്തുക്കൾ പഠിപ്പിച്ചു തരുന്നത് ഇതാണ്. ഇത് പറഞ്ഞാൽ കടലിൻ്റെ നുരയോളം തെറ്റുകൾ ചെയ്തവനാണെങ്കിലും അതൊക്കെ പൊറുക്കപ്പെടുമെന്നാണ്. ഇൻഷാ അല്ലാഹ് പറഞ്ഞോ. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. ഇനി ഒരു ഇസ്തിഗ്ഫാർ പറഞ്ഞാലോ അല്ലേ? നമ്മുടെ എല്ലാ തെറ്റുകളും പൊറുക്കപ്പെടാൻ ഒഫാറായ സത്താറായ അള്ളാഹുവിനോട് അല്ലേ എല്ലാം പുറത്തു തരുന്ന റബ്ബ് അവൻ അള്ളാഹു താല നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും അല്ലേ ഷിർക്കൊഴികെ ബാക്കി എന്ത് തെറ്റ് ചെയ്താലും അള്ളാഹു പുറത്തു തരും. അപ്പോൾ നമുക്കൊന്ന് പറഞ്ഞാലോ അള്ളാഹുവിനോട്, അള്ളാഹു എൻ്റെ പാപങ്ങളൊക്കെ പുറത്തു തരുന്ന ഇസ്തിഗ്ഫാറായിട്ട് നമുക്ക് പറയാം. പറഞ്ഞോ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു കാന ഗഫാറാ. 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു കാന ഗഫാറാ.
غفارا أستغفر الله العظيم إنه كان 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 غفارا മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ രചിച്ച ഫതുഹുൽ മുഈൻ, ആ ഫതുഹുൽ മുഈനിലും അതുപോലെ അതിന്റെ വ്യാഖ്യാന ഗ്രന്ഥമാകുന്ന ഇആനത്തു ത്വാലിബീനിലൊക്കെ നമുക്ക് കാണാൻ പറ്റും, ഒരു മനുഷ്യൻ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിന്റെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ എല്ലാ ദിവസവും അവൻ സൂറത്തുൽ ഇഖ്ലാസ് 200 വട്ടം എന്നാണ് മഹാനവറുകൾ എണ്ണം പറഞ്ഞത്, 200 വട്ടം എന്നാണ്. അത്രമാത്രം പ്രാവശ്യം അവൻ ആവർത്തിച്ചാവർത്തിച്ച് ഈ സൂറത്തുൽ ഇഖ്ലാസ് ഇങ്ങനെ ഓതിയാൽ അവന്റെ ആഗ്രഹങ്ങൾ പൂർത്തിയാകും, അവന്റെ പ്രതിസന്ധികൾ മാറും, അവന്റെ ഈമാൻ സലാമത്താവും, അവന്റെ ഈമാൻ പാറ പോലെ ഉറക്കും, ഒരുപാട് നേട്ടങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ഇഖ്ലാസ് നമുക്ക് കുറച്ച് പ്രാവശ്യം ഒന്ന് ഓതാം. അല്ലാഹു സ്വീകരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം
يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. ഒരു മനുഷ്യൻ അവന്റെ ഈ ദുന്യവിയായ ലോകത്തിലെ ജീവിതം, നമ്മുടെ ജീവിതം, നമുക്ക് അല്ലാഹു തആല ചിലപ്പോൾ ഒരുപാട് നിഅമത്ത് തരും, ചിലപ്പോൾ ഒരുപാട് പരീക്ഷണങ്ങൾ തരും. ആ പരീക്ഷണങ്ങൾ വരുമ്പോൾ ഈമാനോടുകൂടി പിടിച്ചു നിൽക്കാനും, അതുപോലെ നിഅമത്തുകൾ വരുമ്പോൾ അമിത ആഹ്ലാദം കാണിച്ച് അള്ളാഹുവിലേക്ക് നന്ദികേട് കാണിക്കുന്ന ഒരവസ്ഥ ഇല്ലാതിരിക്കാനും, മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി മരിക്കാനും, വിഷമ പ്രയാസങ്ങൾ മാറാനും, അതുപോലെ തന്നെ ആഖിറത്തിൽ വലിയ കൂലി കിട്ടാനും ഒക്കെയായി എല്ലാത്തിനുമുപരി സ്വർഗപ്രവേശനം കിട്ടാൻ വേണ്ടി മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു പുണ്യമായ ഒരു ദിക്റുണ്ട്. ഇൻഷാ അല്ലാഹ് ആ ദിക്ർ നമുക്കൊന്ന് പറയാം. ഈ രാവിലും നാളത്തെ പകലിലും ഇനിയുള്ള ദിവസങ്ങൾ എല്ലാം ഇൻഷാ അല്ലാഹ് നമ്മൾ അധികരിപ്പിക്കേണ്ട പുണ്യമായ ഒരു ദുആയാണ്, ഒരു ദിക്റാണ്. ഏത് ഗണത്തിൽ നമുക്ക് പെടുത്താം? നമുക്ക് ഇൻഷാ അല്ലാഹ് ഒന്ന് പറഞ്ഞാലോ? എല്ലാവരും ഒന്നിച്ചു പറഞ്ഞോ. لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين لا إله إلا الله
ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കട്ടെ, ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ചൊല്ലിയ ദിക്ർ, സ്വലാത്ത്, തസ്ബീഹ് എല്ലാം അല്ലാഹു തആല അർഹമായ പ്രതിഫലം നമുക്ക് തന്ന് നമ്മളെ സന്തോഷിപ്പിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ 10 രാവുകളിൽ പ്രത്യേകമായി ഓതൽ നല്ലതാണ്, ഒരുപാട് പ്രതിഫലങ്ങൾ കിട്ടുമെന്ന് മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്ന സൂറത്തുൽ ഫജ്ർ. ആ സൂറത്തുൽ ഫജ്ർ ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരു വട്ടം എല്ലാവർക്കും ഒന്നിച്ച് ഓതാം. ഇൻഷാ അല്ലാഹ് ഇനി നിസ്കാരമില്ലാത്ത ഉമ്മമാരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ തന്നെ മതി. ഇൻഷാ അല്ലാഹ് അതിൻ്റെ കൂടി നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ആ സൂറത്തുൽ ഫജ്ർ ഇൻഷാ അല്ലാഹ് ഒന്നിച്ച് മൊത്തത്തിലൊന്ന് വേഗത്തിൽ ഓതാം. അല്ലാഹു തആല ഈ സൂറത്തുൽ ഫജ്ർ ഓതുമ്പോൾ കിട്ടുന്ന പ്രതിഫലം എന്താണോ അതും നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഓദിക്കോ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والفجر وليال عشر والشفع والوتر والليل إذا يسر هل في ذلك قسم لذي حجر ألم تر كيف فعل ربك بعاد إرم ذات العماد التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد الذين طغوا في البلاد فأكثروا فيها الفساد فصب عليهم ربك صوت عذاب إن ربك لبالمرصاد فأما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه فيقول ربي أكرمن وأما إذا ما ابتلاه فقدر عليه رزقه فيقول ربي أهانن كلا بل لا تكرمون اليتيم ولا تحاضون على طعام المسكين وتأكلون التراث أكلا لما وتحبون المال حبا جما كلا إذا دكت الأرض دكا دكا وجاء ربك والملك صفا صفا وجيء يومئذ بجهنم يومئذ يتذكر الإنسان وأنى له الذكرى يقول يا ليتني قدمت لحياتي فيومئذ لا يعذب عذابه أحد ولا يوثق وثاقه أحد يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي صدق الله العظيم. അൽഹംദുലില്ലാ, നമ്മൾ സൂറത്തുൽ ഫജ്ർ ഓതിയിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കട്ടെ, കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ നമുക്കിനി നേരെ ദുആയിലേക്ക് കിടക്കാം. ദുആയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് സൂറത്തുൽ ഇഖ്ലാസ്, അതുപോലെ സൂറത്തുൽ ഫലക്ക്, സൂറത്തുൽ നാസ്, സൂറത്തുൽ ഫാത്തിഹ അതൊക്കെ ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് നേരെ ദുആയിലേക്ക് കിടക്കാം. അല്ലാഹു തആല നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم.
ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. رب ارحمهما كما ربياني صغيرا. അർഹമുർ റഹീമീനായ കരുണയുള്ള റബ്ബേ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ദുആഇനെ ഞങ്ങളുടെ ദിക്ർ ഔറാദുകളെ നീ ഖബൂലാക്കണേ റഹ്മാനേ. അർഹമായ പ്രതിഫലം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ച റബ്ബേ, ഞങ്ങളുടെ ഈ മജ്ലിസ് നീ സ്വർഗ്ഗത്തിലേക്കുള്ള ഒരു മജ്ലിസായി ഖബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങൾ ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ്, അബദ്ധങ്ങൾ ചെയ്തവരാണ്. എല്ലാം നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടുപോയി ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ഉസ്താദുമാര്, ഭാര്യ, സന്താനങ്ങൾ, കൂട്ടുകാര്, നാട്ടുകാര്, എല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ, ഭർത്താക്കന്മാർ, എല്ലാവർക്കും നീ ഖൈറ് ബറകാത്തുകൾ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഈ സദസ്സിലുള്ള ഉമ്മമാരെ സ്വീകരിക്കണേ അല്ലാ. യാമീൻ പറയുന്ന വാപ്പമാരെ, സഹോദരന്മാരെ കബൂലാക്കണേ അല്ലാ. അല്ലാഹു, ഞങ്ങളുടെ മജ്ലിസ് മുടങ്ങാതെ കാണുന്ന ഒരുപാട് സഹോദരിമാരും സഹോദരങ്ങളും ഉണ്ട്. അർഹമായ പ്രതിഫലം അവർക്കെല്ലാവർക്കും ഞങ്ങൾക്കെല്ലാവർക്കും നൽകണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുള്ള പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൽ ചൊല്ലേണ്ട പറയേണ്ട ഒരുപാട് ദിക്ർ ഔറാദുകളുണ്ട്. എല്ലാം നീ കബൂലാക്കി ഞങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ വലിയ സ്ഥാനങ്ങൾ നൽകണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളോട് ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, പ്രത്യേകിച്ച് ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്ത് പറയുന്നു അവരുടെ എല്ലാവരുടെയും ഹലാലായ മുറാദ് നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. രോഗങ്ങൾക്ക് ശിഫാ കൊടുക്കണേ അല്ലാ. മാരകമായ അസുഖങ്ങൾ തന്ന് ഞങ്ങൾ നീ പരീക്ഷിക്കല്ലേ അല്ലാ. ഉള്ളത് മുഴുവൻ വിറ്റ് തുലച്ചാലും മാറാത്ത മാരകമായ അസുഖങ്ങൾ തന്ന് ഞങ്ങൾ നീ അല്ലാഹുവേ ഞങ്ങളുടെ ഈമാനിന് നീ പരീക്ഷിക്കല്ലേ റഹ്മാനെ. അല്ലാഹുവേ, പടച്ചവനെ, ആർക്കെല്ലാം എന്തെല്ലാം അസുഖങ്ങളുണ്ടോ, രോഗങ്ങളുണ്ടോ, പ്രയാസങ്ങളുണ്ടോ, എല്ലാം നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. കടങ്ങളുള്ളവരുടെ കടങ്ങൾ മാറ്റണേ അല്ലാ. വിവാഹ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ ഇണകളെ കൊടുക്കണേ അല്ലാ. മക്കളില്ലാതെ വിഷമിക്കുന്നവർ, അല്ലാഹുവേ, ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഒരുപാട് പേരുടെ വീട് പണി നടക്കുന്നു, എളുപ്പത്തിലാക്കണേ അല്ലാ. പടച്ച റബ്ബേ, വീടില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ വീട് കൊടുക്കണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഒരുപാട് ആളുകൾ വലിയ പ്രശ്നത്തിലാണ്, സങ്കടത്തിലാണ്. എല്ലാവരുടെയും പ്രയാസ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നിനക്കറിയാം. എല്ലാം നീ മാറ്റി സലാമത്ത് അവർക്കും ഞങ്ങൾക്കും നൽകണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കൾ, അല്ലാഹുവേ, പുതിയ അധ്യയന വർഷം സ്കൂളുകളിലേക്ക് പോകുകയാണ് റബ്ബേ. ഉന്നതമായ പഠനം അവർക്ക് നീ കൊടുക്കണേ അല്ലാ. നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും കൊടുക്കണേ അല്ലാ. നല്ല മക്കളാക്കി തരണേ അല്ലാ. അവരുടെ ഭാവി കണ്ട് സന്തോഷിക്കുന്ന നല്ല മാതാപിതാക്കളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങൾക്കെല്ലാവർക്കും ഈമാനും ഇഖ്ലാസും തഖ്വയും തരണേ അല്ലാ. അല്ലാഹുവേ, മരണം വരെ നിസ്കാരം നിലനിർത്തുന്നവരിൽ പെടുത്തണേ അല്ലാ. ഖളാ ആക്കാതെ നിസ്കരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. പടച്ചവനെ, ഈ ദുൽഹിജ്ജ മാസത്തെ ബഹുമാന
ബഹുമാനിക്കുന്ന ആദരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്കും ഹജ്ജ് ചെയ്യാനുള്ള തൗഫീക്ക് തരണേ അല്ലാ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ഹജ്ജിനായി പോയിട്ടുള്ള ഹാജിമാർ ഹജ്ജുമ്മമാർ അവരുടെ ഹജ്ജും ഉംറയും സിയാറത്തും മഖബൂലും മബ്റൂറുമായി നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഈ വർഷത്തെ മുഴുവൻ ഹാജിമാരുടെ ഹജ്ജും നീ ഖബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങൾക്ക് എല്ലാവർക്കും മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി കലിമ ചൊല്ലി മരിക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഒരുപാട് ഉമ്മമാര് ഉപ്പമാര് വലിയ സങ്കടം പറഞ്ഞിട്ടുണ്ട്, വലിയ പ്രശ്നങ്ങളാണ്. അല്ലാഹു എല്ലാവരുടെയും പ്രയാസ പ്രശ്നങ്ങൾ ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ ചൊല്ലിയ ദിക്ർ ഔറാദുകളുടെ ബറക്കത്ത് കൊണ്ട് നീ മാറ്റിത്തരണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കട്ടെ, കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെയും നമ്മുടെ മജ്ലിസ് ഉണ്ടാകും, കഴിയുന്നവർ പങ്കെടുക്കുക. അല്ലാഹു തആല കബൂലാക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്നത്തെ വീഡിയോയുടെ എൻഡ് സ്ക്രീനായി പരിചയപ്പെടുത്തുന്ന അർഷദ് ബദ്രി ഉസ്താദിന്റെ അടുത്ത വീഡിയോ. ഉളഹിയത്തുമായി ബന്ധപ്പെട്ട് നമുക്കൊരുപാട് സംശയങ്ങൾ ഉണ്ടാകും അല്ലേ? ഉളഹിയത്ത് എപ്പോഴാണ് അറുക്കേണ്ടത്, എങ്ങനെയാണ് അറുക്കേണ്ടത്, ആരാണ് അറുക്കേണ്ടത്, അതുപോലെ ഉളഹിയത്തിൻ്റെ നീയത്ത് എങ്ങനെയാണ്, ഈ ഷെയർ ചേരുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഷെയർ ചേർന്ന ആളുകൾ 7 വർഷം തുടർച്ചയായി ഷെയർ ചേരണമെന്ന് അങ്ങനെ നിയമമുണ്ടോ, അങ്ങനെ പലരും പറയുന്നത് കേട്ടു. അതുപോലെ സ്ത്രീകളായ ഞങ്ങൾക്ക് ഉളഹിയത്ത് അറുക്കാമോ ഉസ്താദെ എന്നൊരു സഹോദരി ചോദിച്ചു. അതിനുള്ള വ്യക്തമായ മറുപടി പറയുന്നുണ്ട്. മരണപ്പെട്ട എൻ്റെ ഉമ്മച്ചിക്ക് വേണ്ടി, മരണപ്പെട്ട എൻ്റെ വാപ്പാക്ക് വേണ്ടി ഉളഹിയത്ത് അറുക്കാമോ? അമുസ്ലിമീങ്ങളായ ആളുകൾക്ക് ഈ ഉളഹിയത്തിൻ്റെ ഇറച്ചി കൊടുക്കാമോ? നമുക്ക് ഉളഹിയത്തിൻ്റെ ഈ മാംസം കഴിക്കാമോ? ഗൾഫിലുള്ള ആളുകൾ ഷെയർ ചേരുന്ന സമയത്ത് അവരിവിടെ അറുക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടാവണോ? അത് നിർബന്ധമാണോ? എങ്ങനെയാണ് ഷെയർ ചേരുക എന്നുള്ള വിശദമായ ചർച്ച കേൾക്കുകയാണ്, പഠിക്കുകയാണ്. ഈ വീഡിയോ കാണാൻ ഈ കാണുന്ന ബോക്സിലായി കാണുന്ന യൂട്യൂബിന്റെ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഇപ്പോൾ കാണാൻ സമയമില്ലാത്തവർക്ക് ഈ വീഡിയോ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ വീഡിയോ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലോ മറ്റോ ഷെയർ ചെയ്ത് വെച്ച് പിന്നീട് സമയമുള്ളപ്പോഴും കാണാവുന്നതാണ്. മറക്കാതെ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ, വീഡിയോ കാണൂ.